ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വരുന്നത്. അത് ഉഴുന്നുവട ഉണ്ടാക്കാനാണ്. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 300 ഗ്രാം ഉഴുന്ന് വെള്ളത്തിലിട്ട് 4 മണിക്കൂറിന് മുമ്പ് ഇട്ടത്. അത് കുതിർന്നു കഴുകി ഞാനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. ബാക്കി പിന്നീട് പറയാം. ഒന്ന് അരച്ചെടുത്തുകൊണ്ട് ഉഴുന്ന് അരച്ചുകൊണ്ട് വന്നു. 300 ഗ്രാം ഉഴുന്നുണ്ട്, ഞാൻ അരച്ചു കൊണ്ടുവന്ന് വെച്ചു. ഇനി അത് വടയ്ക്കകത്ത് ഇടാൻ വേണ്ടി, വട ഉണ്ടാക്കാൻ ഇടാൻ വേണ്ടി ഒരു സവാള അരിഞ്ഞത് അതിലോട്ടിടുന്നു. ഒരു 3 പച്ചമുളക്, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ശകലം കുരുമുളക് പൊടിച്ചത്, പിന്നെ കറിവേപ്പില പിന്നെ അവനവൻ്റെ ആവശ്യത്തിന് ഇടാം. ഞാൻ ഈ ഉണ്ടാക്കുന്ന പോലെ ഒന്നുണ്ടാക്കി നോക്കുക. ഇത് കാണണം, എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഉപ്പിടുവാണ്, അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ കൈകൊണ്ടാണ് ഇതിനെടുത്തിടുന്നത്. എനിക്കതാണ് അതിനൊരു ഇതാവത്തുള്ളൂ, ഉപ്പ് കറക്റ്റ് ആവത്തുള്ളൂ. ഇനി ഇതിനകത്ത് ഈ ഉഴുന്നുമാവിനകത്ത് 2 സ്പൂൺ മൈദാപ്പൊടി ഇടുന്നുണ്ട്. അത് അല്ലെങ്കിൽ ഉഴുന്ന് തന്നെ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ ഒരുപാടാവും വടയിൽ. അതിനാണ് ഈ മൈദ ഇടുന്നത്. ഇനി ഞാനതൊന്ന് ഇളക്കട്ടെ. ഇളക്കി കഴിഞ്ഞേ ഇനിയിപ്പം ചട്ടി വെക്കാം. നമുക്ക് കൈ ഒന്ന് കഴുകി വെക്കോട്ടെ, ഒന്നിച്ചൊന്നാക്കിക്കോട്ടെ. ഉഴുന്ന് ചിലർ അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളമാണെങ്കിൽ ഉഴുന്ന് വട അത്ര ശരിയാവത്തില്ല. അതുപോലെ നല്ല ഉഴുന്നല്ലെങ്കിൽ വട ഉണ്ടാക്കിയാൽ ശരിയാവത്തില്ല. നല്ല ഉഴുന്നാണെങ്കിൽ മാത്രമേ വട ഉണ്ടാക്കിയാൽ നല്ല മുരുമുരാനിരിക്കൂ. അത് കഴിക്കാനും നല്ല രുചി ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇനി ഒന്ന് കൈ കഴുകിക്കോട്ടെ. കൈ കഴുകിച്ച് ഉണ്ടാക്കാനുള്ള പാത്രം വയ്ക്കട്ടെ. ഗ്യാസ് കത്തിച്ച് പാനെടുത്ത് വയ്ക്കട്ടെ. എടുത്ത് വെച്ചു. ഇനി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് സ്വാദ്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാവണം. എണ്ണ ചൂടായി. അപ്പോൾ ഇനിയിപ്പോൾ വട ഇടാൻ പോവാണേ. അപ്പോൾ വട ഇടുന്ന നോക്കിക്കോണേ. ഞാൻ ഇങ്ങനെയാണ് വട ഇടുന്നത്. എണ്ണ നല്ലൊരു ചൂടായി. അപ്പോഴിന്ന് വട ഇപ്പോൾ ഞാൻ 4 മണിക്ക് ഇടുന്നത്. എൻ്റെ വീടിൻ്റെ പെയിൻ്റടി നടക്കുവാണ്. അപ്പോൾ അവർക്ക് പണിക്കാർക്കൂടെ 4 മണിക്ക് ചായ കൊടുക്കണം. അന്നേരം അവർക്കൂടെ വട ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പിന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരും, അവർക്ക് കൊടുക്കണം. പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. ഞാനിങ്ങനെ ആ വട ഇടുന്നത്. നല്ലതുപോലെ വട മൊരിയണം. ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ്. എല്ലാവർക്കും തോന്നും ഉഴുന്നുവട ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. ഒരു പാടുമില്ല, എളുപ്പം ഉണ്ടാക്കിയെടുക്കാം. അത് ഉഴുന്ന് നല്ലതായിരിക്കണം, അരച്ചെടുക്കുന്നതും അതിൻ്റെ പരുവത്തിന് വേണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വട ഉണ്ടാക്കി നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വട ഞാനേ തിരിച്ചിടുവാണേ. അപ്പം തിരിച്ചിട്ട് ഇനി നല്ലതുപോലെ മൊരിയണം, എങ്കിലേ വട നല്ലതാകത്തുള്ളൂ. ഒരു ചുമക്കണം വട. വിചാരിച്ച് കരിയരുത്. ഉഴുന്നുവട റെഡിയായി. ഞാനിതപ്പോൾ കോരാൻ പോവാണ്. ഈ കളറിൽ വേണം ഉഴുന്നുവട എടുക്കാൻ. അപ്പം ഞാൻ കോരുന്നേ. കണ്ടോ, ഇതേ കളറിൽ ഉഴുന്നുവട മൊരിഞ്ഞ് കിട്ടണം.
കണ്ടല്ലോ, ഉഴുന്ന് വട കോരുന്നത് കണ്ടോ, ഉഴുന്ന് വടയുടെ കളറ് കണ്ടോ. ഇനി ഈ കിടക്കുന്ന എണ്ണ ഒരു ശകലം കൂടെ ഒന്ന് ചൂടാവണം. ചൂടായിട്ട് അടുത്ത ട്രിപ്പ് വട ഇടാവും. ഇപ്പോൾ ഇളക്കി ഇടുന്നു ഞാൻ. രണ്ട് സൈഡും ഒരുപോലെ മൂക്കണ്ടേ. നല്ല മണമൊക്കെ ഉണ്ടല്ലയോ മോനെ. അപ്പം അടുത്ത ട്രിപ്പ് ഇട്ടതും റെഡിയായി. ഞാൻ കോരുവാണേ. അപ്പം ഉഴുന്നുവട ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഉഴുന്നുവട റെഡിയായി. ഇനി ഇത് കഴിക്കാൻ കൊടുക്കുവാണേ. അപ്പം ഇവിടെ വീട്ടിൽ പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുവാണേ. വട റെഡിയായി. ഞാൻ അവർക്ക് വടയും ചായയും കൊടുക്കാൻ പോവാണേ. നിങ്ങൾ കഴിച്ചിട്ട് പറയണം അഭിപ്രായം കേട്ടോ. കഴിച്ചിട്ട് അഭിപ്രായം പറയണം. കഴിച്ചോളി. കഴിച്ചിട്ട് അഭിപ്രായം എന്തോന്ന് വെച്ചാൽ പറഞ്ഞോളി. എങ്ങനെയുണ്ട് വട? ആണല്ലോ.